ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളായില്ലേ. എപ്പോഴും എക്സ്ക്യൂസാണ്. ഈ ഒരു മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് റഷായിട്ടുള്ളൊരു മന്താണ്. ഓൾറെഡി ഞങ്ങൾക്ക് ഫാസ്റ്റിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജോലിക്കോടും പോയിട്ട് വരുമ്പോഴേക്കും ആ ക്ഷീണം, വെയിൽ കൂടിയിട്ടുള്ളൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ചെടികളുടെ അടുത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും തന്നെയുള്ളൊരു മൂഡില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുന്നത്. നമുക്ക് 2-3 സെറ്റായിട്ടുള്ള ലോഡുകളെല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം എടുത്തിവിടെ വച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ടൈമിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ സ്കൂളിലാണെങ്കിലും നല്ല തിരക്കാണ്. എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ആയിട്ടുള്ള തിരക്ക് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്ക് കാരണമാണ് കേട്ടോ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. എൻ്റെ അടുത്ത് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ പ്ലാൻസ് കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്, പെറ്റ്സിൽ കൊടുക്കാറുണ്ട്. അതൊക്കെ യൂഷ്വലി നടക്കുന്ന പോലെ തന്നെ ചെയ്യാറുണ്ട്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്കൊരു താമസം വന്നു എന്നാട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങണത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ കയ്യിൽ എപ്പോഴും തന്നെ സ്റ്റോക്ക് അത്യാവശ്യം പ്ലാൻസുകളുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, പ്ലാന്റ് ആവശ്യമുള്ള ആളുകൾ കാറ്റലോഗ് ആണെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. കാരണം വീഡിയോസിന് കുറച്ച് ഈ ഒരു ചൂട് സമയം ആയതുകൊണ്ട് എനിക്ക് എടുക്കാനായിട്ടുള്ളൊരു ടൈമിങ്ങും പിന്നെ നൊയമ്പായതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണല്ലോ ചൂട്. അതൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, അത്രയ്ക്ക് ചൂടല്ലേ പുറത്ത്. അപ്പോൾ അതൊന്ന് എനിക്ക് സെറ്റാക്കിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ പറഞ്ഞു വന്നത്. പിന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തേക്ക് ആയിട്ടുള്ള ലിങ്ക് എപ്പോഴും തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ കമൻറ്റിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തത് എൻ്റെ ഫെബ്രുവരിയിലെ നമ്മളുടെ കമൻറ്റ് പിക്കറിൽ നിന്നും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു കമൻറ്റിൽ നിന്നും നമ്മൾ ലക്കി വിന്നറിലൂടെയും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാനത് ചൂസ് ആക്കിയിട്ടില്ല. അതിനും കൂടി ഒരു സോറി പറയുകയാണ്. ഞാനിനി ഈ മാസം കൂടിയിട്ട് ഒന്ന് ഡിലേ വയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലേക്ക് അത് അപ്ലോഡ് ചെയ്തോളാം. കാരണം അത്രയ്ക്ക് തിരക്കുള്ളതുകൊണ്ടാണ്. വാട്സപ്പിലൂടെയുള്ള ഓർഡർ കാര്യങ്ങളെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് നല്ലൊരു തിരക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എക്സ്ക്യൂസ് ചോദിക്കുകയാണ്, ഒരു സോറി പറയുകയാണ്. ഏപ്രിലേക്ക് ഇത് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ ഫെബ്രുവരിയിലെ കമൻറ്റ് നമ്മൾ എനിക്ക് തോന്നുന്നു 3-4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഏറ്റവും നല്ല കമൻറ്റിൽ നിന്നും നമ്മൾ ഓരോ വീഡിയോസിൽ നിന്നും ചൂസ് ആക്കിയിട്ട് നമ്മൾ വിന്നറെ ചൂസ് ചെയ്തോളാം കേട്ടോ. പിന്നെ വന്നത് നമ്മളുടെ വുമൻസ് ഡേയുടെ സ്പെഷ്യൽ ഓഫർ ഒന്നുമില്ലേ, വീഡിയോസ് ഇല്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് പേഴ്സണൽ മെസ്സേജൊക്കെ ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് തീരെ ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഫോൺ എടുത്തിട്ട് ഇറങ്ങി. പക്ഷെ അത്രയ്ക്ക് വെയിലായിട്ട് പിന്നെയും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഞാൻ തിരിച്ച് തന്നെ കയറി വന്നു കേട്ടോ. അതാട്ടോ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റാത്തത്. അത്രയ്ക്ക് ചൂടായതുകൊണ്ടും നൊയമ്പായതുകൊണ്ടും നമുക്ക് വൈകുന്നേരം വരെ പിടിച്ച് നിൽക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ടൈമിങ്ങിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ഡേഷൻ ചെയ്യുമ്പോഴേക്കും അത്രയ്ക്കൊരു വിസിബിലിറ്റി നല്ല രീതിയിൽ കിട്ടില്ല. നല്ലൊരു പ്ലാന്റിനെ അല്ലെങ്കിൽ ആ ഒരു പൂക്കൾ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ആട്ടോ പിന്നെ എടുക്കാണ്ടിരുന്നത്. ഈ ആഴ്ച ഈ ഒരു വീഡിയോ ഇനി മാക്സിമം ഞാൻ അടുത്തൊരു വീഡിയോ താമസിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. കുറച്ചൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഒന്ന് എഡിറ്റൊക്കെ ചെയ്തിട്ടാൽ മതി. ഇന്ന് സമയം കിട്ടിയപ്പോഴേക്കും കുറച്ചെടുത്തു, ഇന്നലെ കുറച്ചെടുത്തു. അങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ നേരം നിന്നിട്ട് എടുക്കാനായിട്ടുള്ളൊരു ടൈമിങ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്ലാൻസ് നമ്മൾ DTDC കൊറിയറാണ് ചെയ്യുന്നത് മെയിനായിട്ട്. പിന്നെ പ്രൊഫഷണൽ കൊറിയർ ഉണ്ട്, അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് ഉണ്ട്, ദെൻ പെറ്റ് സർവീസ് ഉണ്ട്. ഇത്രയാണ് കേട്ടോ നമ്മൾ എപ്പോഴും തന്നെ കൊറിയർ ചെയ്തു പോകുന്നത്. പിന്നെ യൂഷ്വലി പറയുന്ന കാര്യങ്ങൾ പോലെ തന്നെ 5 kg പോട്ട് ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ സേഫ്റ്റിയോടുകൂടി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട അങ്ങനെ തന്നെ വയ്ക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് യൂണിഫോമിറ്റിക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈവനിങ് ടൈമിലേക്ക് മാത്രം നോക്കി റിപ്പോർട്ട് ചെയ്യുക. വളരെ ശ്രദ്ധിക്കുക. ഞാൻ ഓരോ പ്ലാന്റ് അയച്ചു തരുമ്പോഴേക്കും അതിനകത്ത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ചിലത് പറയാറുണ്ട്. പിന്നെ ഇങ്ങോട്ട് കസ്റ്റമറുടെ അടുത്ത് എന്ത് വേണമെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളാനായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോൾസ് ഒഴിവാക്കുക, മെസ്സേജിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കോംബോയിലേക്ക് പോവാം. ഒരു 3-4 കോംബോ സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കുറച്ചുകൂടി കോംബോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിനെ മാനിച്ചുകൊണ്ട് ചെറിയ ഷോർട്ടായിട്ടുള്ളതാണ് കേട്ടോ. വീഡിയോസും അധികം ലെങ്ത് ഒന്നുമില്ല. ശ്രദ്ധിക്കുക കേട്ടോ. കോംബോ വീഡിയോയിൽ കറക്റ്റായിട്ട് പ്ലാന്റ്സിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട്. സൈസ് കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക. വെരിഗേറ്റഡ് ഹവായ് ഓറഞ്ച് ആൻഡ് ബെറിയൈസ് ആണ് നമ്മൾ ഫസ്റ്റ് കോംബോയിൽ അപ്ഡേഷൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ പോട്ടിനകത്ത് തന്നെയുള്ള പ്ലാന്റുകളാണ്. ഹാങ്ങിങ്ങിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന മോഡലിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ബെറിയും ഹവായിയുടെ ഓറഞ്ചും ഇതാണ് സൈസ് വരുന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറി എന്ന് പറയുന്ന ഒരു വെറൈറ്റീനേക്കാളും
SS പർപ്പിൾ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ സിമിലാരിറ്റി വരുന്നത്. കാരണം ബെറി എൻ്റെ കയ്യിൽ വേറെ ഇരിക്കുന്നുണ്ട്. ഞാൻ വേറെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ന്യൂ പ്ലാന്റ് വന്നിരിക്കുന്നത് ബെറി എന്ന് പറഞ്ഞിട്ടാണ്. കുറച്ച് വ്യത്യാസം തന്നെ ഉണ്ട് കേട്ടോ. SS പർപ്പിളുമായിട്ടാണ് സാമ്യം വന്നേക്കുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വളരെ ക്ലിയർ ആയിട്ട് കാണുക. ഹാങ്ങിങ്സിന് എന്താ പറയുക പ്രയോറിറ്റി കൊടുക്കുന്ന മോഡലിലുള്ള പ്ലാന്റാണ്. ഹവായും ബെറിയും വന്നിട്ടുള്ളത് 980 കോമ്പോയുടെ റേറ്റ് വരുന്നത്. ഇത് നമ്മളുടെ സെക്യൂറ ബെല്ലാക്കാൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കോംബോയാണ് ഇനി ആഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വലിയ മദർ പ്ലാന്റ്സ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കോംബോയിലേക്ക് പോവാം. നെസ്കഫേ, ഈ ഒരു നെസ്കഫേ വെറൈറ്റിയും അതുപോലെ സെക്യൂറയുടെയും ഈ ഒരു പ്ലാന്റാണ് കോംബോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിറയെ പൂക്കളായിരുന്നു കേട്ടോ. പൂക്കളൊക്കെ ഓൾമോസ്റ്റ് കുറേ പോയിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. ഒരു 3-4 ദിവസമൊക്കെ അടുപ്പിച്ച് മഴയുണ്ടായിരുന്നു. ഒത്തിരി പൂക്കൾ പോയിട്ടുണ്ട്. നമ്മളാണെങ്കിലും വെള്ളം അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. സ്പ്രേ വാട്ടറിംഗ് ആണ് ഏറ്റവും നല്ലത്. കട്ടിയായിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരുന്ന 4 ആഴ്ചയൊക്കെ നിൽക്കേണ്ട പൂക്കൾ 2 ആഴ്ചയും കൊണ്ട് പൊഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ശക്തമായിട്ടുള്ളൊരു മഴ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും പ്ലാന്റ്സുകൾ വേറെ എവിടെയും കയറ്റി വെക്കാനെന്നുള്ളൊരു ഏരിയ ഇല്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ മഴ കൊണ്ട് ഒരുപാട് പൂക്കൾ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പൂക്കൾ ലാസ്റ്റിങ് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്ലോയിലേ വെള്ളം ഒഴിക്കാമുള്ളൂ. സ്പ്രേ വാട്ടറിങ്ങും ഈ ലീഫിനൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ അതും ചെയ്യേണ്ടത് ആവശ്യകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെസ്കഫേയുടെയും സെക്യൂറ ബെല്ലാക്കാൻ്റെയും ഗ്രീൻ സെക്യൂറ കേട്ടോ. അതിൻ്റെ സൈസ് കോംബോ റേറ്റ് വരുന്നത് 980 അടുത്ത പ്ലാന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവർ സൈസാണ് കേട്ടോ. ഡോൾഫിൻ റെഡും ഹവായ് വയലറ്റുമാണ്. 750 വരുന്നത്. ഹാങ്ങിങ്ങിന് തന്നെയാണ് കേട്ടോ. ഹവായ് വയലറ്റൊക്കെ മറ്റേ ക്രീപ്പർ മോഡലോ ഹാങ്ങിങ്ങിനോ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ അത്യാവശ്യം പൂക്കളായിട്ടുള്ളതൊക്കെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. 750 അപ്പോൾ ഇത് കവർ സൈസാണ് കേട്ടോ. കവർ സൈസിൻ്റെ 1-2 കൂടിയിട്ടുള്ളൊരു കോമ്പോസൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എപ്പോഴും തന്നെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് കവർ പ്ലാന്റ്. നമുക്കറിയാം റേറ്റ് കുറച്ചിട്ടുള്ളൊരു ഉദ്ദേശമാണെന്നുള്ളത്. പക്ഷേ കവർ നല്ല രീതിയിൽ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കവർ പാക്കറ്റ് ഡാമേജ് ആയി പോകും. വളരെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 2 പ്ലാന്റ്സ് ഡോൾഫിൻ റെഡും ഹവായ് വയലറ്റും കൂടിയിട്ട് 750 സൈസ് കണ്ടല്ലോ. ഇനി 4 ഉണ്ട് കേട്ടോ. 4 ആയിട്ടുള്ളൊരു കോംബോയാണ്. ഡോൾഫിൻ റെഡ്, ഹവായ് വയലറ്റ്, റൂബി, ഫയറോപ്പാൽ ഓറഞ്ച്. 1280 കോംബോ റേറ്റ് വരുന്നത്. 4 പ്ലാന്റ് ആണ്. ഓൾമോസ്റ്റ് 4ഉം അത്യാവശ്യം ഫ്ലവറിംഗ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. അത് ഈ ഒരു കവർ സൈസാണ്. നല്ല വലിയ കവർ സൈസാണ് കേട്ടോ. ഈ കവർ സൈസ് എൻ്റെ അടുത്ത് ചെറുതാക്കി അയക്കാനായിട്ട് പറയരുത്. കാരണം ഈ ബോഗൻവില്ലയ്ക്ക് എപ്പോഴും ഉള്ളൊരു പ്രത്യേകതയാണ്. ഞാൻ പറയും, നല്ല രീതിയിൽ ഇലകളും പൂക്കളും വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ വേര് അത്യാവശ്യം വലുപ്പം വരില്ല. വേര് ജസ്റ്റ് പിടിച്ച് വന്ന രീതിയിലുള്ള വേരായിരിക്കും. അപ്പോൾ ഞാനിവിടുന്ന് അയച്ചു തരുമ്പോൾ സേഫ് ആയിരിക്കും. പക്ഷേ കവർ പാക്കറ്റ് അതാത് കവർ തന്നെ എടുക്കാനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് അത്യാവശ്യം വെയിറ്റ് വരുന്ന കവറാണ്. ഒരു 1.5 കിലോയൊക്കെ വെയിറ്റ് വരുന്ന സൈസ് കവറുകളാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് പോട്ടിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് സേഫ് ആയിരിക്കും. 1280 ഈ ഒരു കോംബോ റേറ്റ് വരുന്നത്. 4 പ്ലാന്റ്സ് ആണ് കേട്ടോ. അതിൽ 2 ഓൾമോസ്റ്റ് ഹാങ്ങിങ് ആണ്. ദെൻ നെക്സ്റ്റ് ഇനിയിപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ഹാങ്ങിങ്ങിലേക്ക് മാറ്റാം കേട്ടോ. അത് എപ്പോഴും ഞാൻ പറയണതാണ്. ഹൈബ്രിഡ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം. അതനുസരിച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 6 പ്ലാന്റുകളാണ് വരുന്നത്. അതിൽ ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റിൻ്റെ ഐഡിയ എനിക്ക് ക്ലിയർ അല്ല. പക്ഷേ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഡോൾഫിൻ റെഡ്, ഹവായ് വയലറ്റ്, റൂബി, ഫയറോപ്പാൽ ഓറഞ്ച്, ചില്ലി റെഡ് ആൻഡ് ഒരു ഡാർക്ക് പർപ്പിൾ കളറായിട്ടുള്ളൊരു പ്ലാന്റാണ്. എനിക്കതിൻ്റെ ഐഡിയ അത്രയ്ക്ക് ക്ലിയർ അല്ല. 1630 രൂപയാണ് ഈ 6 പ്ലാന്റ്സിനും കൂടിയിട്ട് വരണ എന്താ പറയുക റേറ്റ് വരുന്നത് കേട്ടോ. 6ഉം കവർ സൈസ് തന്നെയാണ്. അതിൽ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ എനിക്ക് ഐഡിയ അറിയില്ലാത്ത. ലെഫ്റ്റ് സൈഡിലിരിക്കണ വലിയ കവറുകളാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല വലുതാണ്. പ്ലാന്റ് നല്ല വലുതാണ്. പക്ഷേ എനിക്ക് ഐഡിയ ക്ലിയർ അല്ല. അതിൻ്റെ പൂക്കൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലവേഴ്സുകൾ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ 6 സൈസുള്ള പ്ലാന്റുകൾക്ക് വില വരുന്നത് 1630 രൂപയാണ്. കവർ സൈസാണ് പ്ലാന്റുകൾ. സൈസ് വളരെ വ്യക്തമായിട്ട് കാണുക. രാവിലെ എൻ്റെ അടുത്ത് ഒന്നുകൂടെ കാണിച്ചു തരുമെന്ന് ചോദിക്കരുത്. ദയവേത് ക്ലിയർ ആയിട്ട് കാണുക കേട്ടോ. പിന്നെ അതുപോലെ എപ്പോഴും എൻ്റെ അടുത്ത് കസ്റ്റമർ എൻക്വയറീസ് ആണ് നമ്മളുടെ അടർണ മഹാറാണി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. കോംബോ സൈസ് പ്ലാന്റുകളെല്ലാം കഴിഞ്ഞു. കോംബോ അത്രയ്ക്ക് സെയിൽ ചെയ്തിരുന്നു. കോംബോ ഒരുപാടെന്ന് വെച്ചാൽ എനിക്ക് കണക്കില്ലാത്ത അത്രയും ഞാൻ കോംബോ സെയിൽ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ കോംബോ സൈസ് ഒന്നുമില്ല. അത്യാവശ്യം മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റുകൾ മാത്രമേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ടോപ്പ് ഹിറ്റ് ഈ വർഷത്തെ ഏറ്റവും പ്ലാന്റ്സ് ആയിരുന്നു അടർണ മഹാറാണി. അതും ഇരിക്കുന്നുണ്ട് കേട്ടോ സ്റ്റോക്ക്.
അപ്പോൾ ഈ വരുന്ന പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ കയ്യിൽ 150 രൂപ റേറ്റിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ. കാരണം എപ്പോഴും തന്നെ ഹൈബ്രിഡ് ഇനങ്ങളാണെങ്കിലും തന്നെ എപ്പോഴും പ്രീമിയം കസ്റ്റമേഴ്സിന് മാത്രം പരിഗണിക്കുമ്പോൾ ഒരു ഇതാണല്ലോ. അപ്പോൾ പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു 1000 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് 5 പ്ലാന്റ്സുകൾ വിത്ത് കൊറിയറും ചെയ്തൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു വെറൈറ്റികളിലൊക്കെ പെടുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതാണ് കളർ. ഇതിൻ്റെ 2-3 കളേഴ്സ് വരുന്നുണ്ട്. കുറച്ച് മുമ്പ് കാണിച്ചത് ഒരു ഡാർക്കായിരുന്നു. പിന്നെ ഇത് ഈ ഒരു പർപ്പിള്, ഒരു റെഡ് അല്ല, പക്ഷേ വെയിലത്ത് നിൽക്കുമ്പോൾ ഒരു റെഡ് പോലെയൊക്കെ തോന്നും, പക്ഷെ ഒരു പർപ്പിൾ പോലത്തെ കളറായിരുന്നു കേട്ടോ. മജന്ത പർപ്പിളൊക്കെ പോലെ കളേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ 2-3 വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട്. 150 ആണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ, മെച്യൂർ പ്ലാന്റ്സ് തന്നെയാണ്. പിന്നെ ഈ പ്ലാന്റ്സുകളൊക്കെ വേർപോട്ട് അയക്കാൻ പറ്റും, കാരണം ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല വേരുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ഈ റെയർ പ്ലാന്റ്സിനും ഇമ്പോർട്ടഡ് വെറൈറ്റിക്കുമാണ് ഈ വേരിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സൈസുള്ള പ്ലാന്റ്സുകൾക്കൊക്കെ വേര് അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. വേർപോട്ട് വേണമെങ്കിൽ നമുക്ക് അയക്കാവുന്നതാണ്. 150 റേറ്റ് ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ മഹാറാണി, നമ്മുടെ റാണിയാണ്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സുകൾ ഇരിക്കുന്നുണ്ട്. മഹാറാണി കോംബോ സൈസ് പ്ലാന്റുകളെല്ലാം കഴിഞ്ഞു. അത്രയ്ക്ക് കോംബോ നമ്മൾ കൊടുത്തിരുന്നു. ഇനി സൈസുള്ള പ്ലാന്റുകൾ മാത്രമേ ഇരിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സീസണിൽ വാങ്ങിക്കുന്ന പ്ലാന്റുകളൊക്കെ നമുക്ക് മഴക്കാലം ആകുമ്പോഴേക്കും ഭയങ്കര ഹാർഡ് പ്രൂൺ ഒന്നും ചെയ്യേണ്ട. അത്യാവശ്യം ഒരു ജസ്റ്റ് ഒരു പ്രൂണിങ് വിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഒത്തിരി വലിയ പ്ലാന്റ്സുകളല്ലല്ലോ നമ്മളിപ്പോൾ സെയിലാക്കി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വലിയ ഹാർഡ് പ്രൂണിലേക്ക് പോകണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെയിലിന് ആയിട്ടുള്ള മഹാറാണിയുടെ സൈസ്. കോംബോ സൈസ് ഇല്ല, 950 പ്ലാന്റ്സ് ഇല്ല. അത്യാവശ്യം നല്ല 1250 മുതലുള്ള പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക്. കാരണം വലിയ പോട്ടാണ്, വലിയ പ്ലാന്റാണ്. വീഡിയോയിൽ അത്രയ്ക്ക് വിസിബിൾ അല്ലെങ്കിലും അത്യാവശ്യം നല്ല സൈസറായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ മഹാറാണി ഇരിക്കുന്നത്. നല്ല വെരിഗേഷൻ വന്നിട്ട് നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ടുള്ളതാണ്. ഒരുപാട് പൂക്കൾ എൻ്റെ മഴയത്ത് പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും മഹാറാണിയിലൊക്കെ അത്യാവശ്യം പൂക്കൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടർന്ന മഹാറാണി സ്റ്റോക്ക് ഉണ്ട്. എനിക്ക് ദിവസം ഒരു 4-5 മെസ്സേജ് വരണതാണ്, അടർണയുണ്ടോ മഹാറാണി ഉണ്ടോ എന്നുള്ളത്. അടർണ മഹാറാണിയും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ ഒരു ക്ലിയർ സെയിൽ പ്ലാന്റ് ആണ്. ക്ലിയർ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മളുടെ സൺഷൈൻ്റെ പ്ലാന്റ് ആണ്. ഞാൻ നല്ല രീതിയിൽ ഹാർഡ് പ്രൂൺ ചെയ്ത് വിട്ടിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ വെയിലത്ത് ഹാർഡ് പ്രൂൺ ചെയ്യുമ്പോഴേക്കും പ്ലാന്റ്സിനെ നന്നായിട്ട് ബാധിക്കും എന്ന് പറയുന്ന പോലെ തന്നെ പൂക്കൾ കുറവാണ്. ഇതല്ല കേട്ടോ, ഇത് നമ്മുടെ സൺഷൈൻ ഓർ 8 കളറിൻ്റെ സൈസ് കാണിക്കുന്നതാണ്. ഞാൻ ക്ലിയർ സെയിലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ്സ് 650 മുതൽ 900 വരെയുള്ള സൈസ് നമ്മളുടെ കയ്യിൽ 8 കളർ അവൈലബിൾ ആണ്. പിന്നെ സൺഷൈൻ ചില സ്ഥലങ്ങളിൽ പ്ലാന്റ് വരുമ്പോൾ നമുക്ക് സൺഷൈൻ എന്ന് പറഞ്ഞിട്ട് വരും, ഗോൾഡൻ സൺഷൈൻ എന്ന് പറയും, പിന്നെ 8 കളർ എന്ന് പറയും. പക്ഷേ ഇത് ടോട്ടലി ഡിഫറെൻറ്റ് തന്നെയാണ് കേട്ടോ. ഒറ്റ കളറാണെങ്കിലും ഡിഫറെൻറ്റ് തന്നെയാണ്. കാരണം സൺഷൈൻ എന്ന് പറയുമ്പോഴേക്കും സ്റ്റാർട്ടിങ് തന്നെ ഒരു ക്രീം കളറിൽ നന്നായിട്ട് യെല്ലോ കയറി വന്നിട്ടാണ് ആ ഒരു സൺഷൈൻ്റെ കളറിനകത്തേക്ക് വരണത്. പക്ഷേ ഇത് കയറി നല്ലൊരു പ്രത്യേകത തന്നെയുണ്ട്. ക്രീമിന് പകരം ഇങ്ങനെയുള്ള വെരിഗേഷൻസ് കയറി നല്ല ധാരാളം വെരിഗേഷൻസ് കളേഴ്സ് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് 8 കളേഴ്സിൻ്റെ ഒരു ഐഡിയയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റും ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പം ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പ്ലാന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് 8 കളറിൻ്റെ രീതിയിലും പോകുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പേര് അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, സൺഷൈൻ ഓർ 8 കളർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ച് കളേഴ്സാണ് വരുന്നത്. ഇനി നമുക്ക് പണ്ട് വന്നുകൊണ്ടിരുന്ന സൺഷൈൻ എന്ന് പറയുമ്പോഴേക്കും നല്ലൊരു ക്രീം കളറും അതിനകത്ത് നല്ലൊരു മഞ്ഞയും മാത്രമായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഈ ഒരു കളറും വരുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള മിക്സിങ് കളേഴ്സ് ആ സൺഷൈനിൽ വരത്തില്ല, ഈ ഒരു കളർ വരത്തില്ലായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ കാറ്റഗറി ഈ സൺഷൈൻ പ്ലാന്റ്സുകളിലും ഇങ്ങനെ മിക്സിങ് ആയിട്ടുള്ള കളറുകളാണ് കയറി വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ്. 650 to 900 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൺഷൈൻ്റെ ക്ലിയർ സെയിൽ പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ല രീതിയിൽ ഹാർഡ് പ്രൂൺ ചെയ്ത് വിട്ടിരുന്നു. ഹാർഡ് പ്രൂൺ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മെച്യൂറായ പ്ലാന്റാണ്. 2 years വലുപ്പമായിട്ടുള്ള ഇതാണ് കേട്ടോ പഴയ സൺഷൈൻ ഒന്ന് കാണിച്ചു തന്നതാണ്. പഴയ സൺഷൈൻ ആ ഒരു രീതിയായിരുന്നു കേട്ടോ. ഇതിനകത്ത് നന്നായിട്ട് വെരിഗേഷൻസ് വ്യത്യാസത്തിൽ തന്നെയാണ് വരണത്. അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ് എടുത്തെടുത്ത് പറഞ്ഞ് കാണിച്ചു തരണത് കേട്ടോ. വലിയ പ്ലാന്റുകളാണ്. വലിയ പ്ലാന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു 7 kg പോട്ടിനകത്ത് ഇരിക്കണം. എനിക്ക് ഇഞ്ച് സൈസ് കറക്റ്റ് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, കാരണം ഓരോ നഴ്സറിക്കാരും വ്യത്യസ്തമായിട്ടാണ് പോട്ടിൻ്റെ ഇഞ്ച് സൈസ് പറയണത്. അപ്പോൾ എൻ്റെ അടുത്ത് കസ്റ്റമേഴ്സ് ചോദിക്കും 7 ഇഞ്ചാണോ 8 ഇഞ്ചാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിറ്റി 100% ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് പറയണത്. വെയിറ്റ് ആകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ കൊറിയർ ചെയ്യുമ്പോഴേക്കും ആ വെയിറ്റ്
വെയിറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാട്ടോ ഞാൻ വെയിറ്റ് പറയണത് എപ്പോഴും. ഇനി ഇതാണ് നമ്മുടെ ക്ലിയർ സെയിൽ പ്ലാന്റ്. ക്ലിയർ സെയിൽ പ്ലാന്റ് 400 രൂപയാണ്. ഇത് വലിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിറയെ തിക്കായിട്ട് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഇലകളും നല്ല രീതിയിൽ വരും. ഞാൻ ഈ വെയിലുള്ള സമയത്ത് പ്രൂൺ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ കോലം ഇങ്ങനെയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ദയവേത് ആരും ഈ സമയത്ത് ഹാർഡ് പ്രൂൺ ചെയ്യരുത്. അതൊരു മെസ്സേജാണ്, ഞാൻ എപ്പോഴും പറയണതാണ്. പക്ഷേ ഇത് ഒരുപാട് നീണ്ടു പോയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനൊന്ന് വെട്ടിക്കളഞ്ഞതാണ് ഒന്ന് ഷേപ്പാക്കി വരാനായിട്ട്. അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. 400 ആണ് കേട്ടോ റേറ്റ്. അത്രേ ഉള്ളൂ കേട്ടോ. ഒരു 6-7 കണ്ടാന്ന് തോന്നുന്നു സ്റ്റോക്ക് ഇരിക്കുന്നത്. അത്രയാണ് സ്റ്റോക്ക് ഇരിക്കുന്നുള്ളൂ കേട്ടോ. 400 രൂപയാണ്. അത് വേണമെങ്കിൽ കൊറിയർ നമുക്ക് പോട്ടില്ലാതെയും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ചിത്ര മോണ്ടറിങ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഫ്ലവറിങ് ആണ്. എനിക്ക് തോന്നുന്നു 300 രൂപയ്ക്ക് ഇത്രയും വെരിഗേഷൻസ് ആയിട്ട് കയറി വന്നിട്ടുള്ള പ്ലാന്റ്സുകൾ വേറെ ഒന്നും തന്നെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രയും വലിയ പ്ലാന്റ് 300 രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലൊരു അഫോർഡ് റേറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളി പ്ലാന്റാണ്. നല്ല എന്താ പറയുക, നല്ല വലിപ്പവും. ഇത് വെയർപോട്ട് ചെയ്യാം കേട്ടോ. വിത്ത് പോട്ട് തന്നെ ചെയ്യണമെന്നില്ല, വെയർപോട്ട് ചെയ്യാം. കാരണം അത്രയ്ക്ക് വലിപ്പം വന്നിട്ടുള്ളൊരു പ്ലാന്റാണ്. നമുക്ക് ഈ പ്ലാന്റിൻ്റെ സൈസ് കാണുമ്പോൾ അറിയാം അതിൻ്റെ റൂട്ട് എത്രമാത്രം ഗ്രോത്ത് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് കോൺഫിഡൻ്റ് ആണ് എനിക്ക് വെയർപോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പ്ലാന്റ്സ് ഇത്രയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ കോംബോ ആഡ് ചെയ്തിരിക്കുന്നത്. കോംബോ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ കാറ്റലോഗ് കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. കമൻറ്റ് ഇടാൻ മറക്കരുതേ. കമൻറ്റ് ഇട്ടോളൂ, പ്രൈസ് നേടൂ. അപ്പോൾ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.